നമസ്കാരം. സമ്പൂർണ്ണ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് നിന്നും ആശ്വാസ ദിനം. ഇന്ന് ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തില്ല. ഇനി ചികിത്സയിലുള്ളത് 95 പേർ മാത്രം. സംസ്ഥാനത്ത് പുതിയ 4 ഹോട്ട്സ്പോട്ടുകൾ കൂടി. നാട്ടിലേക്ക് മടങ്ങാൻ നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത പ്രവാസി മലയാളികളുടെ എണ്ണം 4.13 ലക്ഷമായി. 61,000 പ്രവാസി മലയാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. രാജ്യത്ത് 3ാം ഘട്ട ലോക്ക്ഡൌൺ നാളെ മുതൽ. സോണുകൾ തിരിച്ച് ഇളവുകൾ. കേരളത്തിലും നിയന്ത്രണങ്ങളിൽ ഇളവ്. നാളെ മുതൽ ബാങ്കുകൾക്ക് സാധാരണ പ്രവൃത്തി സമയം. 17 വരെ പൊതുഗതാഗത സംവിധാനങ്ങളില്ല. മഹാരാഷ്ട്ര, ദില്ലി, പഞ്ചാബ് എന്നിവിടങ്ങളിലെ തീവ്രബാധിത പ്രദേശങ്ങൾ ഒഴികെയുള്ളിടങ്ങളിൽ നാളെ മുതൽ മദ്യവിൽപ്പന തുടങ്ങും. ജാർഖണ്ഡ് ഇളവുകൾ പിൻവലിച്ചു. ശമ്പളം മാറ്റിവെക്കൽ ഉത്തരവ് കത്തിച്ചവർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാവുകയാണെന്ന് മുഖ്യമന്ത്രി. ഉത്തരവ് കത്തിച്ച അധ്യാപകർക്ക് അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ മറുപടി നൽകി. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് നൽകുന്ന ശമ്പളമോ ആനുകൂല്യങ്ങളോ തന്റെ എല്ലാ ഉപദേഷ്ടാക്കൾക്കും കൂടി നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി. കാസർകോട്ട് നാളെ മുതൽ അധ്യാപകർ കോവിഡ് ഡ്യൂട്ടിക്ക്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 24 മണിക്കൂറിനിടെ 83 മരണം. ആകെ മരണം 1306. മഹാരാഷ്ട്രയിൽ മരണം 521. ദില്ലിയിലെ CRPF ആസ്ഥാനം അടച്ചുപൂട്ടി. കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനും ആദരമർപ്പിച്ച് രാജ്യമെങ്ങും സൈന്യത്തിന്റെ പുഷ്പവൃഷ്ടി. മടങ്ങാനായി അതിഥി തൊഴിലാളികളെ നിർബന്ധിക്കരുതെന്ന് ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തു നിന്നും 5 ട്രെയിനുകളിൽ അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക്. നാടെത്താൻ കോൺക്രീറ്റ് മിക്സറിനകത്ത് ഒളിച്ചിരുന്ന് യാത്ര ചെയ്ത 18 അതിഥി തൊഴിലാളികൾ ഇൻഡോറിൽ പിടിയിൽ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 35 ലക്ഷം കടന്നു. മരണം 2,45,000 കവിഞ്ഞു. അമേരിക്കയിൽ 4 മലയാളികൾ മരിച്ചു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് ആശ്വാസ ദിനം. ഇന്ന് ആർക്കും COVID-19 സ്ഥിരീകരിച്ചില്ല. ഒരാൾ രോഗമുക്തി നേടി. 95 പേരാണ് ഇനി സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 401 പേർ ഇതുവരെ രോഗമുക്തി നേടി. അതേസമയം സംസ്ഥാനത്തെ ബാങ്കുകൾ നാളെ മുതൽ സാധാരണ സമയങ്ങളിലേക്ക് കടക്കും. പതിവ് പോലെ രാവിലെ 10 മുതൽ 5 വരെയായിരിക്കും പ്രവൃത്തി സമയം. ഒരാൾക്ക് പോലും കോവിഡ് ബാധിക്കാത്ത ദിവസമാണ് കടന്നുപോയത്. കണ്ണൂർ ജില്ലയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശിയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 401 പേരാണ് ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയത്. 95 പേരാണ് നിലവിൽ സംസ്ഥാനത്തെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 21,720 പേർ നിരീക്ഷണത്തിലാണ്. 37 പേരുള്ള കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. കോട്ടയത്ത് 18 പേരും കൊല്ലത്തും ഇടുക്കിയിലും 12 പേരും കാസർഗോഡ് 5 പേരും കോഴിക്കോട് 4 പേരും തിരുവനന്തപുരത്തും മലപ്പുറത്തും 2 പേരും പത്തനംതിട്ടയിലും പാലക്കാടും വയനാടും ഓരോരുത്തരും വീതമാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി, എറണാകുളത്തെ എടക്കാട്ടുവയൽ, മഞ്ഞള്ളൂർ, ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ എന്നിവ പുതിയ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചു. ഇതോടെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 84 ഉയർന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് വ്യോമസേനയുടെ 2 യുദ്ധവിമാനങ്ങൾ സെക്രട്ടേറിയറ്റിന് മുകളിലൂടെ കടന്നുപോയി. വൈകുന്നേരം ശംഖുമുഖത്ത് കോസ്റ്റ് ഗാർഡും ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ചു. ബാങ്കുകൾ സാധാരണ പ്രവൃത്തി സമയത്തേക്ക് മടങ്ങും. റെഡ്, ഗ്രീൻ, ഓറഞ്ച് വ്യത്യാസമില്ലാതെ എല്ലാ സോണുകളിലും ബാങ്കുകൾ പ്രവർത്തിച്ചു തുടങ്ങും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത വിദേശ പ്രവാസികളുടെ എണ്ണം 4.13 ലക്ഷമായി. രജിസ്റ്റർ ചെയ്തവരിൽ 61,009 പേർ തൊഴിൽ നഷ്ടപ്പെട്ടവരാണ്. 9,827 പേർ ഗർഭിണികളാണ്. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത ഇതര സംസ്ഥാനങ്ങളിലുള്ള മലയാളികളുടെ എണ്ണം 1.5 ലക്ഷത്തോടടുക്കുന്നു. ഇവർക്കുള്ള പാസ് വിതരണം ആരംഭിച്ചു.
COVID-19 പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിനായി പ്രവാസികളായ 4.13 ലക്ഷം പേർ വിദേശത്തു നിന്നും 1,50,054 പേർ ഇന്ത്യക്കകത്തു നിന്നും നോർക്ക വഴി രജിസ്റ്റർ ചെയ്തു. വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്ന മലയാളികളിൽ 61,009 പേരാണ് തൊഴിൽ നഷ്ടമായി എത്തുന്നത്. നോർക്ക ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തവരിൽ 9,827 പേർ ഗർഭിണികളും 10,628 കുട്ടികളും 11,256 പേർ പ്രായമുള്ളവരും ഉൾപ്പെടുന്നു. സന്ദർശക വിസയിൽ പോയ 41,236 പേരും പഠനം പൂർത്തിയാക്കിയ 2,902 വിദ്യാർത്ഥികളും വേനലവധിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന 70,638 പേരും ഉണ്ട്. ഒപ്പം വിസ കാലാവധി അവസാനിച്ചതും റദ്ദാക്കപ്പെട്ടതുമായ 27,100 പ്രവാസികളും ജയിൽ മോചിതരായ 806 പേരും മറ്റു കാരണങ്ങളാൽ മടങ്ങുന്ന 1,28,061 പ്രവാസികളും രജിസ്റ്റർ ചെയ്തവരിൽ പെടുന്നു. ഇതനുസരിച്ചുള്ള മുൻഗണനാ പട്ടിക കേന്ദ്ര സർക്കാരിനും വിദേശ എംബസികൾക്കും നോർക്ക അയച്ചു നൽകിയിട്ടുണ്ട്. ഇന്ത്യക്കകത്തു നിന്നും കേരളത്തിലേക്ക് ഏറ്റവും അധികം ആളുകൾ മടങ്ങാൻ ആഗ്രഹിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. 45,491 പേർ. മഹാരാഷ്ട്രയിൽ നിന്നും 20,869 പേർ ഉൾപ്പെടെ 49,233 പേരാണ് നോർക്ക ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് യാത്രാപാസിന് നോർക്ക രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് www.covid19jagrada.kerala.inc.in എന്ന വെബ് പോർട്ടലിൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക് അപേക്ഷ നൽകാം. ഇവിടെ നിന്നാകും മുൻഗണനാ പ്രകാരമനുസരിച്ച് പാസ് അനുവദിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ പാസിന് പുറമെ COVID-19 ഇല്ലെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്തെ 3ാം ഘട്ട ലോക്ക്ഡൌൺ നാളെ ആരംഭിക്കും. ഗ്രീൻ, ഓറഞ്ച് സോണുകളിൽ മദ്യശാലകൾ, ബാർബർ ഷോപ്പുകൾ, കടകൾ എല്ലാം തുറക്കാം. പൊതുഗതാഗതം അനുവദിക്കില്ല. മുഖാവരണം നാളെ മുതൽ രാജ്യവ്യാപകമായി നിർബന്ധമാക്കും. 17-ാം തീയതി വരെ നീളുന്ന 3ാം ഘട്ട ലോക്ക്ഡൌണാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം രാജ്യത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. കോവിഡ് വ്യാപിക്കുന്ന റെഡ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കർശനമായി തുടരും. കഴിഞ്ഞ 21 ദിവസത്തിനിടെ ഒരു രോഗി പോലും റിപ്പോർട്ട് ചെയ്യാത്ത ഗ്രീൻ സോണുകൾക്കും രോഗവ്യാപനം കുറയുന്ന ഓറഞ്ച് സോണുകൾക്കും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രീൻ സോണുകളിൽ മദ്യശാലകൾ തുറക്കാം. പാൻ, ഗുഡ്ക തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകൾക്കും ഇളവുണ്ട്. പക്ഷേ കടകൾക്ക് മുന്നിൽ ഉപഭോക്താക്കൾ പരസ്പരം 6 അടി അകലം പാലിക്കണം. ഈ മേഖലയിലെ വിവാഹ ചടങ്ങുകൾക്ക് 50 പേർക്ക് വരെ പങ്കെടുക്കാം. എന്നാൽ മരണാനന്തര ചടങ്ങുകൾക്ക് 20 പേർ മാത്രം. 50% യാത്രക്കാരുമായി വാഹനങ്ങൾക്കും സഞ്ചരിക്കാം. ബാർബർ ഷോപ്പുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം വ്യക്തത വരുത്തി. ഇതുപ്രകാരം റെഡ് സോണുകൾ ഒഴികെയുള്ള മേഖലകളിൽ നിയന്ത്രണങ്ങളോടെ ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലറുകൾ എന്നിവ തുറക്കാം. അതേസമയം റെയിൽവേ, മെട്രോ, വിമാനങ്ങൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണങ്ങൾ സോണുകൾക്കതീതമായി തുടരും. ആളുകൾ കൂടുന്ന മതചടങ്ങുകൾക്കുള്ള നിരോധനം തുടരും. സ്കൂൾ, കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്രെയിനിങ്, കോച്ചിംഗ് സെന്ററുകൾ എന്നിവ അടഞ്ഞു തന്നെ കിടക്കും. 65 വയസ്സിന് മുകളിലും 10 വയസ്സിന് താഴെയുള്ളവരും ഗർഭിണികൾ, രോഗികൾ തുടങ്ങിയവരും പുറത്തിറങ്ങരുത്. പൊതുസ്ഥലത്തും ജോലി സ്ഥലത്തും മുഖാവരണം നിർബന്ധം. രാത്രി 7:30 മുതൽ രാവിലെ 7 വരെ കർശനമായ യാത്രാവിലക്കും തുടരും. കൈരളി ന്യൂസ്, ദില്ലി. ലോക്ക്ഡൌൺ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ജാഗ്രതയോടെ സംസ്ഥാനം. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിയും സുരക്ഷാ ജാഗ്രത വർദ്ധിപ്പിച്ചും കേന്ദ്രം നൽകിയ ഇളവുകൾ പോലും പരിമിതപ്പെടുത്തിയാണ് കോവിഡ് എന്ന മഹാമാരിയെ കേരളം നേരിടുന്നത്. രാജ്യം ലോക്ക്ഡൌൺ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനം തുടക്കത്തിലെന്നതിന് സമാനമായ ജാഗ്രതയിലും സുരക്ഷയിലുമാണ്. ഗ്രീൻ സോണുകൾക്കും ഓറഞ്ച് സോണുകൾക്കും രാജ്യത്താകമാനമുള്ള ഇളവുകൾ നൽകാൻ തയ്യാറാകാതെയാണ് സംസ്ഥാനം ജാഗ്രത പുലർത്തുന്നത്. ഞായർ പൊതു അവധിയാക്കിയും മദ്യശാലകൾ തുറക്കാതെയും ജാഗ്രത പുലർത്തുമ്പോൾ അവശ്യ മേഖലകളിൽ വിലക്കുകൾ കടുപ്പിക്കാതെയുള്ള നടപടികളാണ് കേരളം കൈക്കൊള്ളുന്നത്. ഹോട്ട്സ്പോട്ടുകളിലൊഴികെ രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെ ജനങ്ങൾക്ക് ആവശ്യത്തിന് പുറത്തിറങ്ങാം. വിവാഹം, മരണം എന്നീ ചടങ്ങുകൾക്ക് 20 പേർക്ക് പങ്കെടുക്കാം. അതും സുരക്ഷയും സാമൂഹ്യ അകലവും പാലിച്ച്. അടിയന്തര സാഹചര്യത്തിൽ ഇരുചക്രവാഹനങ്ങളുടെ പിൻസീറ്റിലും സഞ്ചരിക്കാനുള്ള അനുമതി കേരളം നൽകിയിട്ടുണ്ട്. രോഗവ്യാപനം തടയാനുള്ള കഠിന പ്രയത്നത്തിലാണ് സംസ്ഥാനം. അതുകൊണ്ട് തന്നെ 65 വയസ്സിന് മുകളിലും 10 വയസ്സിന് താഴെയുള്ളവരും ഗർഭിണികൾ, രോഗികൾ തുടങ്ങിയവർക്കും സുരക്ഷയുടെ ഭാഗമായി ഇളവുകൾ അനുവദിക്കില്ല. വയനാട് ഗ്രീൻ സോണിൽ നിന്നും ഒഴിവായതോടെ ആലപ്പുഴയും എറണാകുളം, തൃശൂർ ജില്ലകൾ മാത്രമാണ് ഇപ്പോൾ രോഗികളില്ലാത്ത ജില്ലയായുള്ളത്.
മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ഇളവുകൾ സുരക്ഷാ മാനദണ്ഡമനുസരിച്ചു മാത്രമാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പുതിയ കേസ് പോലും ഉണ്ടായില്ല എന്നത് കേരളത്തിന് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും കോവിഡ് എന്ന മഹാമാരിയെ പിടിച്ചുകെട്ടുന്നതുവരെ ജാഗ്രതയോടെ മുൻപോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ ഉറച്ച തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ വിമർശനത്തിന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശമ്പളം മാറ്റിവെക്കാനുള്ള തീരുമാനത്തെ എതിർത്തവർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരായെന്ന് മുഖ്യമന്ത്രി. ഉത്തരവ് കത്തിച്ച അധ്യാപകർ, അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ മറുപടി നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ്-19 പ്രതിസന്ധി കാലത്ത് ഒരു മാസത്തെ ശമ്പളം തവണകളായി മാറ്റിവെക്കാനുള്ള തീരുമാനത്തെ എതിർക്കുന്നവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യരാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തന്റെ പ്രതിവാര പരിപാടിയായ നാം മുന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ രാജ്യവും വിവിധ സംസ്ഥാനങ്ങളും പ്രത്യേക തരത്തിലുള്ള ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനെ എതിർക്കുന്ന BJP ആയാലും കോൺഗ്രസ് ആയാലും രണ്ടു കൂട്ടരും ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാകുന്നു എന്നതാണ് ഇപ്പോഴുള്ള അനുഭവം. ശമ്പളം പിടിക്കാനുള്ള ഉത്തരവ് കത്തിച്ച നടപടി ഗുരുനാഥരോട് നാടുകാട്ടുന്ന ആദരവിന് ചേർന്നതല്ല. ഇതിനുള്ള ഉചിതമായ മറുപടിയാണ് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സമാഹരിച്ചു തന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആ കുട്ടികൾ ചേർന്നുകൊണ്ട് തുക സമാഹരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത് അതിനുള്ള ഉചിതമായ മറുപടിയായി മാറി. ഇതാണ് നാടിന്റെ പ്രതികരണമെന്ന് അവർ മനസ്സിലാക്കണം. കത്തിച്ചവർക്ക് മാനസാന്തരം വരില്ല. കത്തിച്ചവര് അത്തരമൊരു മനസ്സിന്റെ ഉടമകളായിപ്പോയി. കോടതികളിൽ കേസുകൾ ശരിയായ രീതിയിൽ പ്രതിരോധിക്കുക എന്നത് സർക്കാരിന് പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കേസ് വരുമ്പോൾ ആ കേസ് ശരിയായ രീതിയിൽ ഡിഫെൻഡ് ചെയ്യുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട അഡ്വക്കറ്റുമാരെ തന്നെ അത്തരം കാര്യങ്ങൾക്ക് നിയോഗിക്കേണ്ടി വരും. ഇതെല്ലാ കാലത്തും ഉള്ളതാണ്. UDF ഒരുപാട് ഘട്ടങ്ങളിൽ അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെ പറ്റിയുള്ള ആക്ഷേപത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. ജോൺ ബ്രിട്ടാസ് അവതാരകനായുള്ള നാം മുന്നോട്ട് പ്രതിവാര പരിപാടി ഇന്ന് രാത്രി 7:30-നും നാളെ വൈകിട്ട് 4:30-നും കൈരളി TVയിൽ പ്രക്ഷേപണം ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ തുടരാൻ താൽപര്യം പ്രകടിപ്പിക്കുന്ന അതിഥി തൊഴിലാളികളെ നിർബന്ധിച്ച് മടക്കി അയക്കരുതെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ്. ഇക്കാര്യം പോലീസും ജില്ലാ അധികാരികളും ശ്രദ്ധിക്കണം. കേരളത്തിൽ തുടരുന്ന അതിഥി തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായങ്ങൾ സംസ്ഥാന സർക്കാർ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വദേശത്തേക്ക് മടങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്ന അതിഥി തൊഴിലാളികളെ മാത്രം സ്വന്തം നാട്ടിലേക്ക് മടക്കി അയച്ചാൽ മതിയെന്നാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയത്. ഇക്കാര്യം പോലീസും ജില്ലാ അധികൃതരും ശ്രദ്ധിക്കണം. കേരളത്തിൽ തുടർന്ന അതിഥി തൊഴിലാളികൾക്ക് ആവശ്യമായ സഹായം സംസ്ഥാന സർക്കാർ നൽകുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു. തിരിച്ചു പോകാൻ താൽപ്പര്യമില്ലാത്തവരെയും മടങ്ങാൻ നിർബന്ധിക്കുന്നതായി പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. മെയ് 1 മുതലാണ് അതിഥി തൊഴിലാളികൾക്ക് മടങ്ങുന്നതിന് കേരളത്തിൽ നിന്നും ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ആദ്യ ട്രെയിനിൽ ഒഡീഷയിലേക്ക് 1200 പേരാണ് മടങ്ങിയത്. ലോക്ക്ഡൗൺ അവസാനിക്കുന്നതോടെ നിർമ്മാണ മേഖല അടക്കമുള്ള തൊഴിലിടങ്ങൾ സജീവമാകും. രാജ്യത്ത് ലോക്ക്ഡൗൺ നിലവിൽ വന്ന ശേഷം കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക കരുതൽ സ്വീകരിച്ചിരുന്നു. ഭക്ഷണവും താമസവും ആവശ്യമുള്ള അതിഥി തൊഴിലാളികൾക്ക് ഇവ നൽകുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ട്രെയിൻ അതിഥി തൊഴിലാളികളുമായി ബീഹാറിലേക്ക് യാത്ര തിരിച്ചു. പാട്നയിലേക്കാണ് വണ്ടി യാത്ര തിരിച്ചത്. കോവിഡ് കണ്ടെത്താനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആരോഗ്യ സേതു ആപ്പിന്റെ സുരക്ഷിതത്വത്തിൽ ആശങ്ക. പൗരന്മാരുടെ വ്യക്തി സുരക്ഷയെ പോലും ബാധിക്കുന്ന വിവരങ്ങൾ ആപ്പ് വഴി ശേഖരിക്കുന്നതായി പരാതി. ആപ്പ് നിർബന്ധമാക്കുന്നതിനെതിരെ 45ഓളം സന്നദ്ധ സംഘടനകൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. നിയമ പിൻബലമില്ലാത്ത ആപ്പ് വഴി ജനങ്ങൾക്ക് മേൽ നിരീക്ഷണം നടത്തുകയാണെന്ന് ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ വിമർശിച്ചു. GPS-ഉം ബ്ലൂടൂത്തും നിർബന്ധമായി ഓൺ ചെയ്തിടണം. പേര്, ഫോൺ നമ്പർ, പ്രൊഫഷൻ, ലിംഗം, പ്രായം, 30 ദിവസത്തിനുള്ളിൽ സന്ദർശിച്ച രാജ്യങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ആരോഗ്യ സേതു ആപ്പിന് കൈമാറണം. കോവിഡ് വ്യാപനം തടയാൻ ഇത് അത്യാവശ്യമെന്നാണ് കേന്ദ്ര സർക്കാർ ഭാഷ്യം.
ജീവനക്കാർക്കെല്ലാം ആപ്പ് നിർബന്ധമാക്കി NDA സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. മെട്രോയിൽ യാത്ര ചെയ്യാൻ മൊബൈൽ ഫോണിൽ ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് ദില്ലി സർക്കാർ ആലോചിക്കുന്നു. ഭക്ഷ്യവിതരണ ജോലി ആവശ്യമെങ്കിൽ ആപ്പ് വേണമെന്ന് ചില സ്വകാര്യ കമ്പനികളും നിഷ്കർഷിക്കുന്നു. പക്ഷേ മൊബൈൽ ആപ്പ് വഴി ശേഖരിക്കുന്ന ഡേറ്റ ചോർന്നാൽ ആരാണ് ഉത്തരവാദി എന്ന കാര്യത്തിൽ ആശങ്ക ശക്തമാണ്. ഡേറ്റ ചോരുന്നതിൽ ഉത്തരവാദിത്വമില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ആപ്പിന്റെ വിവരങ്ങളോടൊപ്പം ചേർത്തിരുന്നു. വിവാദമായതോടെ അത് നീക്കം ചെയ്തിട്ടുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യ സേതു ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ഫോൺ 24 മണിക്കൂറും നിരീക്ഷണത്തിലായിരിക്കും. കോവിഡ് രോഗികൾ, അവരുമായി സമ്പർക്കം പുലർത്തിയവർ എന്നിവരുമായി ബന്ധപ്പെട്ടാൽ ഫോണിലേക്ക് നിർദ്ദേശമെത്തും. ഇതുവഴി ചികിത്സ നടത്താനും മുൻകരുതലെടുക്കാൻ കഴിയും. പക്ഷേ എത്രനാൾ ഈ നിരീക്ഷണം തുടരും, ശേഖരിക്കുന്ന ഡേറ്റ ആരാണ് കൈകാര്യം ചെയ്യുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് ദില്ലി ആസ്ഥാനമായ ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടുന്നു. പൗരന്മാരെ ഔചിത്യമില്ലാതെ നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് മൊബൈൽ ആപ്പെന്ന് അവർ ആരോപിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യ തടയിടലാണ് ആരോഗ്യ സേതുവെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും വിമർശിച്ചു. വലിയ ഡേറ്റ ശേഖരണം നടത്തുന്ന ആപ്പിന് നിയമപരമായി പിൻബലമില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കോവിഡ് അടിയന്തര സാഹചര്യം പരിഗണിച്ചാണെങ്കിൽ ആരോഗ്യവകുപ്പിനായിരിക്കണം ആപ്പിന്റെ ചുമതല. പക്ഷേ ആരോഗ്യ സേതുവിന്റെ വിവരങ്ങൾ വിശകലനം ചെയ്യാനായി നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ സേതു നിർബന്ധമാക്കരുതെന്നാവശ്യപ്പെട്ട് 45ഓളം സന്നദ്ധ സംഘടനകളും 100ഓളം പ്രമുഖ വ്യക്തികളും പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. കൈരളി ന്യൂസ്, ദില്ലി. അതീവ ജാഗ്രതയോടെയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയെ പ്രവർത്തിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതെന്ന് മന്ത്രി തോമസ് ഐസക്. പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കും സാമ്പത്തിക രംഗത്തെ പടിപടിയായി തുറക്കുക. രോഗം ബാധിക്കാൻ സാധ്യതയുള്ളവർക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് സമ്പ്രദായമാണ് കേരളത്തിൻ്റെ കോവിഡ് നയത്തിൻ്റെ അടിസ്ഥാനം. ഇത് സംബന്ധിച്ച് അസംബ്ലിയിൽ നടന്ന വിവാദം എല്ലാവരും മറന്നിരിക്കാനിടയില്ല. ഇതല്ല വേണ്ടത്, മിറ്റിഗേഷൻ രീതിയാണ് എന്ന് വെച്ചാൽ ഇതത്ര മാരകമായ രോഗമൊന്നുമല്ല, ആളുകൾക്ക് വന്നു പോട്ടെ, അതുവഴി സമൂഹത്തിൽ പ്രതിരോധ ശേഷി ഉണ്ടാവും. ഗുരുതരമായിട്ട് രോഗം വരുന്നവർക്ക് ചികിത്സ നൽകണം, അതുവഴി സാമ്പത്തിക തകർച്ച ഒഴിവാക്കാനാവും. ഇങ്ങനെ വാദിച്ചവരുണ്ടായിരുന്നു. പക്ഷെ ആ രീതിയല്ല കേരളം സ്വീകരിച്ചത്. ഓരോ ജീവനും വിലയുണ്ട്, വിലമതിക്കാനാവാത്തതാണ് ജീവൻ എന്നുള്ള സമീപനമാണ് കൈക്കൊണ്ടത്. ഇതിൻ്റെ ഫലം ഇന്നിപ്പോൾ കോവിഡ് നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതേസമയത്ത് രണ്ടാമത് പറഞ്ഞ രീതി അവലംബിച്ചവർ എന്ത് സംഭവിച്ചു എന്നുള്ളത് അമേരിക്കയൊക്കെ നോക്കിയാൽ കാണാം. പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മുടെ കോവിഡ് തന്ത്രത്തിൽ ഒരു മാറ്റം വരുത്തുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അനന്തമായിട്ട് നമ്മുടെ സമ്പദ്ഘടനയെ അടച്ചിടാൻ പറ്റത്തില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കണം, ഉപജീവനം നടക്കണം. ജീവൻ മാത്രമല്ല, ജീവിതവും പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് പടിപടിയായിട്ട് സമ്പദ്ഘടനയെ തുറന്നു കൊടുക്കുന്നൊരു സമീപനം സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ജോലി എടുക്കാൻ ശേഷിയുള്ളൊരു ജോലി എടുക്കട്ടെ. എവിടെയെങ്കിലും നമുക്ക് വൈറസ് ബാധ ശക്തിപ്പെടുന്നു കണ്ടു കഴിഞ്ഞാൽ അവിടെ നിയന്ത്രണം കൊണ്ടുവരും. അപ്പോൾ തന്നെ റെഡ് സോൺ ഗ്രീൻ സോൺ ആവും, ഗ്രീൻ സോൺ ഒരുപക്ഷെ റെഡ് സോൺ ആവും. അതീവ ജാഗ്രത പ്രവർത്തിക്കൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയെ പ്രവർത്തിപ്പിക്കുന്നതിന് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട നയം പാടെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല. മറിച്ച് ഈ രോഗം ഗുരുതരമായി ബാധിക്കാൻ ഇടയുള്ളവർക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകണം. വളരെ പ്രായം ചെന്നവർ, രോഗങ്ങൾ, ക്യാൻസറൊക്കെ പോലുള്ള രോഗങ്ങളുള്ളവർ, ചെറിയ എണ്ണമൊന്നുമല്ല കേട്ടോ, 20-25 ലക്ഷം ആളുകൾ വരും. അവർക്ക് നമ്മൾ പ്രത്യേക സൗകര്യങ്ങളുണ്ടാക്കണം. അവർ വീട്ടിൽ തന്നെ ഇരിക്കണം, ഇളവില്ല.
പക്ഷേ വീട്ടിലിരിക്കുന്നവർക്ക് ഭക്ഷണം ഉറപ്പുവരുത്തണം, മരുന്നുറപ്പ് വരുത്തണം, ടെലിചികിത്സ ഉറപ്പുവരുത്തണം, പാലിയേറ്റീവ് കെയർ വേണം. ഇതെല്ലാം ഉറപ്പ് വരുത്തിക്കൊണ്ട് അവർക്കൊരു പ്രതിരോധം നമ്മൾ കവചം തീർക്കാൻ പോവുകയാണ്. ഇതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വരുത്തുന്ന പ്രധാനപ്പെട്ട നയമാറ്റം. ഇതിനെയാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്നൊക്കെ ചിലർ വിളിക്കുന്നത്. അങ്ങനെ അതീവ ജാഗ്രതയോടെ നമ്മുടെ സമ്പദ്ഘടന പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. കോവിഡ് ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് രാജ്യമെങ്ങും സൈന്യം പുഷ്പവൃഷ്ടി നടത്തി. ദില്ലിയിലെ പോലീസ് സ്മാരകത്തിൽ 3 സേനാ മേധാവികളും പുഷ്പചക്രം സമർപ്പിച്ചു. ജമ്മുകശ്മീർ മുതൽ തിരുവനന്തപുരം വരെയും അസം മുതൽ ഗുജറാത്ത് വരെയും വ്യോമസേന പുഷ്പവൃഷ്ടി നടത്തി. കേരള പോലീസ് ആസ്ഥാനത്തും സൈന്യം പരിപാടികൾ സംഘടിപ്പിച്ചു. എറണാകുളത്ത് നേവിയുടെ നേതൃത്വത്തിലും ചടങ്ങുകൾ നടത്തി. ദില്ലിയിലെ പോലീസ് സ്മാരകത്തിലും രാജ്പഥിലും രാവിലെ വ്യോമസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 3 സൈനിക മേധാവികളും പോലീസ് സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ജമ്മു കാശ്മീർ മുതൽ തിരുവനന്തപുരം വരെയും അസം മുതൽ ഗുജറാത്ത് വരെയും ഫ്ലൈപാസ് നടന്നു. വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളും മിഗ് യുദ്ധവിമാനങ്ങളും ഫ്ലൈപാസിൽ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ കരസേനയുടെ ബാൻഡുമേളവും നടന്നു. രാവിലെ 9-നും 10-നും ഇടയ്ക്ക് അഹമ്മദാബാദിലെയും ഗാന്ധിനഗറിലെയും ആശുപത്രിക്ക് മുകളിൽ വ്യോമസേന പുഷ്പവൃഷ്ടി നടത്തി. ഇറ്റാനഗർ, ഗുവാഹട്ടി, ഷില്ലോങ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ 10:30-നാണ് വ്യോമസേന പുഷ്പവൃഷ്ടി നടത്തിയത്. വ്യോമസേന ഗുവാഹട്ടിയിൽ ബാൻഡുമേളവും നടത്തി. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പാങ്ങോട് കരസേനാ കേന്ദ്രത്തിൽ നിന്നുള്ള ബ്രിഗേഡിയർ കാർത്തിക് ശേഷാദ്രിയുടെ നേതൃത്വത്തിലുള്ള ആർമി ഉദ്യോഗസ്ഥർ ആദരമർപ്പിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലും പുഷ്പവൃഷ്ടി നടന്നു. എറണാകുളം DMOയ്ക്ക് നാവികസേന പുച്ചണ്ടുകൾ നൽകി. INS വെണ്ടുരുത്തി കമാൻഡിംഗ് ഓഫീസർ കൊമഡൂർ N. അനിൽ ജോസഫ്, സർജൻ കൊമഡൂർ അർദി സെറിൻ, കൊമഡൂർ ഗോകുൽ ദത്ത എന്നിവർ ആദരമർപ്പിക്കാനെത്തി. നാവികസേനയുടെ ഹെലികോപ്റ്ററുകളായ ചേതക്, ALH, സീ കിങ്, ഡോർണിയർ വിമാനങ്ങൾ എന്നിവ കായലിന് മുകളിലൂടെ ഫ്ലൈപാസ് നടത്തി. കൈരളി ന്യൂസ്, ദില്ലി. രാജ്യത്ത് കോവിഡിന് ചികിത്സയിലുള്ളവരുടെ എണ്ണം 30,000 കടന്നു. ആദ്യമായി ഒറ്റ ദിവസത്തിൽ 83 പേർ മരിച്ചു. ഇതാദ്യമായാണ് ഇത്രയധികം പേർ 24 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുന്നത്. അതേസമയം കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച നീറ്റ് JEE പരീക്ഷയ്ക്കുള്ള പുതുക്കിയ തീയതി മെയ് 5-ന് പ്രഖ്യാപിക്കും. രാജ്യത്ത് കൊറോണയ്ക്ക് ചികിത്സയിലുള്ളവരുടെ എണ്ണം 28,070 ഇതുവരെ 40,263 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. 10,887 പേർ രോഗവിമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 83 പേരാണ് മരിച്ചത്. ഇതോടെ മരണസംഖ്യ 1,306. ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണിത്. 2,487 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. രാജസ്ഥാനിൽ 31 പോസിറ്റീവ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 12,296 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച മഹാരാഷ്ട്രയാണ് കോവിഡ് കേസുകളിൽ രാജ്യത്ത് മുന്നിൽ. ഇവിടെ 521 പേർ മരണപ്പെട്ടു. 2,000 പേർ രോഗവിമുക്തരായി. രണ്ടാമതുള്ള ഗുജറാത്തിൽ 5,055 പേർക്കാണ് രോഗബാധ. ഇവിടെ 896 പേർ രോഗമുക്തരായപ്പോൾ 262 പേർ മരിച്ചു. ദില്ലി CRPF ആസ്ഥാന കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഓഫീസുകൾ പൂർണ്ണമായും അടച്ചിട്ടു. 40 ഓഫീസ് ജീവനക്കാരെ നിരീക്ഷണത്തിലാക്കി. അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ ഓഫീസ് ഇനി തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. നേരത്തെ ദില്ലി മയൂർ വിഹാറിലെ 31-ാം ബറ്റാലിയനിലെ 126 CRPF ജവാന്മാർക്ക് കോവിഡ് ബാധിച്ചിരുന്നു. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ ട്രെയിൻ മാർഗം ലക്നൌവിലെത്തിച്ചു. തമിഴ്നാട്ടിലെ പ്രധാന മാർക്കറ്റായ കോയമ്പേട് റെഡ് സോണായി മാറി. 119 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. മാനവവിഭവശേഷി മന്ത്രാലയം JEE നീറ്റ് പരീക്ഷകൾക്കുള്ള പുതുക്കിയ തീയതി മെയ് 5-ന് പ്രഖ്യാപിക്കും. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അസം സർക്കാർ വിദഗ്ധ സമിതിയെ നിയമിച്ചു. റിട്ടയർഡ് IAS ഓഫീസർ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് സമിതിയിലുള്ളത്. സംസ്ഥാനങ്ങളെ അതിർത്തികളിൽ ട്രക്ക് അടക്കമുള്ള ചരക്ക് വാഹനങ്ങൾ തടയുന്നത് തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ഡ്രൈവർമാർക്ക് ഇനി പരാതികളുണ്ടെങ്കിൽ നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാം. കൈരളി ന്യൂസ്, ദില്ലി. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. വെനസ്വേലയിലെ ഗൺവാറിൽ ലോസ് ലാനോസ് ജയിലിലുണ്ടായ കലാപത്തിൽ 46 പേർ കൊല്ലപ്പെട്ടു. കലാപത്തിൽ പരിക്കേറ്റ നിരവധി പേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോവിഡ് മഹാമാരിയെ മാനുഷികമായ സമീപനത്തോടെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ കേരളം വഹിക്കുന്ന പങ്കിനെ അഭിനന്ദിച്ച് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളം നടത്തുന്ന പോരാട്ടം വ്യാപകമായ അംഗീകാരം നേടിയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ച കത്തിൽ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദേശകാര്യ വിഭാഗം തലവൻ ഹുവാങ് ബിൻ ക്വാൻ പറഞ്ഞു.
കൊറോണ വ്യാപനത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ 14 യുദ്ധക്കപ്പലുകൾ തയ്യാറാണെന്ന് നാവികസേന ഉപമേധാവി വൈസ് അഡ്മിറൽ ജി അശോക് കുമാർ. പടിഞ്ഞാറൻ നേവൽ കമാൻഡിന്റെയും കിഴക്കൻ നേവൽ കമാൻഡിന്റെയും 4 വീതവും തെക്കൻ ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ 3 കപ്പലുകളും ഇതിൽ ഉൾപ്പെടുമെന്നും ഉപമേധാവി. ലോക്ഡൌണിൽ ഇളവുകൾ അനുവദിച്ചതിന് പിന്നാലെ മദ്യവിൽപ്പനശാലകൾ തുറക്കാനുള്ള നടപടിയുമായി ഡൽഹി, കർണാടക, അസം സർക്കാരുകൾ. മെയ് 3 മുതൽ ന്യൂഡൽഹിയിൽ മദ്യവിൽപ്പനശാലകൾ തുറക്കുന്നതിനുള്ള നടപടികൾ ഡൽഹി സർക്കാർ ആരംഭിച്ചു. വിദേശ വിനിമയ നിരക്ക്. $75.83, ബഹ്റിൻ ദിനാർ 200.57, കുവൈറ്റി ദിനാർ 245.13, ഒമാനി റിയാൽ 196.88, സൗദി റിയാൽ 20.17, UAE ദിർഹം 20.65, ഖത്തർ റിയാൽ 20.83, യൂറോ 84.13. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.